Namaste. So, greeting to all, and BPSC 134, and today we'll be taking Unit 10. Okay, Unit 10, Judicial Administration. മനസ്സിലായില്ലേ, കോടതി. അപ്പോൾ ഇതുവരെ നമ്മൾ എക്സിക്യൂട്ടീവിനെ പറ്റി പറഞ്ഞു, ഇനി കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായതുകൊണ്ട് ഇന്ന് ഈ യൂണിറ്റ് 10 മാത്രമേ എടുക്കൂ. കാരണം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണത്. എന്താണ് ജുഡീഷ്യറി, വാട്ട് റോൾ ദേ ആർ പ്ലേയിങ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മളെ ഏതെല്ലാം വിധത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹൗ ദേ ആർ പ്രൊട്ടക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെ ഫ്രീഡം, ലിബർട്ടി, ഇതൊക്കെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഇതാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് 10 ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് കോടതിയിൽ ഭരണം നടത്തുന്നത്. അതായത് കോടതി നിങ്ങൾക്കറിയാമല്ലോ, സുപ്രീം കോടതി ഉണ്ട്. അതേമാതിരി അത് വിശദീകരിച്ച് പറയാം. പിന്നെ അതിനു മുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറയട്ടെ. അതായത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ജുഡീഷ്യറി ഇൻ ദ വേൾഡ്. നമ്മുടെ സുപ്രീം കോർട്ട് ഉള്ളത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, സുപ്രീം കോടതിയാണ് അപ്പെക്സ് കോർട്ട്സ്. പിന്നെ ഹൈക്കോടതി ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോടതി ഇല്ല. 25ഓളം ഹൈക്കോടതിയാണ് ഇന്ത്യയിലുള്ളൂ. ചെറിയ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതിയാണ്. പഞ്ചാബ് ആൻഡ് ഹരിയാനയ്ക്ക് ചണ്ഡീഗഡാണ്. ഗുവാഹട്ടിയിലും അതേമാതിരിയാണ്. മറ്റുള്ള ചെറിയ ചെറിയ സംസ്ഥാനത്തിനൊന്ന്. ഗോവ മഹാരാഷ്ട്രയുടെ ഒപ്പമായിരുന്നു പണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് 28 സംസ്ഥാനമുണ്ട്, അപ്പോൾ അതുകൊണ്ട് 28 ഹൈക്കോടതി ഉണ്ട് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് ഇപ്പോൾ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, തെലുങ്കാന ഏതെല്ലാം, അങ്ങനെയൊക്കെ പല പല അഡ്മിനിസ്ട്രേറ്റീവ് ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 25ഓളം ഇതുണ്ട്. പിന്നെ നമ്മുടെ സുപ്രീം കോടതി, ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഇത് പുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളാണ് ചിലത് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഈ അപ്പെക്സ് കോടതി 34 ജഡ്ജസ് ആണ് നമ്മുടെ സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുൾ വേക്കൻസി എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. 34ഓളം ജഡ്ജസ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഉണ്ട്. അപ്പോൾ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പല മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതേതെല്ലാം കൊളീജിയം റെക്കമെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലോ മിനിസ്ട്രി, അവരൊക്കെ അത് നോക്കിയതിന് ശേഷമാണ് പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പോകുന്ന അവരാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റിന്റെ മുമ്പിൽ അവരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഓരോരോ ജഡ്ജിനെ. മനസ്സിലായില്ലേ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഓത്ത് കൊടുക്കുന്നത്, സത്യപ്രതിജ്ഞ. ഓക്കെ, അങ്ങനെ ജഡ്ജസിന് ചീഫ് ജസ്റ്റിസ് കൊടുക്കും, ജഡ്ജസിന് ചീഫ് ജസ്റ്റിസ് കൊടുക്കും. അതേ പ്രകാരമാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതേമാതിരി ഹൈക്കോടതിയിലെ ജഡ്ജസിനെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വേറൊരു ഘടകം, നമ്മുടെ ജഡ്ജസിനെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റില്ല. ത്രൂ ഇംപീച്ച്മെന്റ് ഓൺലി. അതായത് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, അങ്ങനെ 2/3 മെജോറിറ്റി വേണം ഒരു ജഡ്ജിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ. നമ്മുടെ ലോകസഭയിലും രാജ്യസഭയിലും 2/3 മെജോറിറ്റി അത് ഡിസ്കസ് ചെയ്തിട്ട് അത് പാസ് ചെയ്താൽ മാത്രമേ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരാളുടെ പേര് പറയുന്നില്ല, ഒരാളുടെ ഏകദേശം അടുത്തുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ തൽക്കാലം അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് വരുമ്പോൾ ജഡ്ജ് സ്വമേധയാ രാജിവെച്ച് പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 1-2 കാര്യങ്ങളിൽ. അപ്പോൾ അത് കൽക്കട്ടയിൽ ഒരു ജഡ്ജ്, ഭോപ്പാലിലൊരു ജഡ്ജ്, ഇതേമാതിരിയുള്ള ആളുകൾ എന്തെങ്കിലും അവരുടെ പേര് അലഗേഷനോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, അലഗേഷൻ പല വിധത്തിലാണ് കേട്ടോ. ആ വിചാരിക്കുന്നത് പൈസ സംബന്ധം മാത്രമല്ല, വേറെ പല അലഗേഷനും ഒരു പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് അവരെ താഴെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെ അരസി, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ 2/3 മെജോറിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇത് നമ്മുടെ ലോകസഭയിലും രാജ്യസഭയിലും 2/3 മെജോറിറ്റിയോട് കൂടി മാത്രമേ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. അതേമാതിരി ചീഫ് ജസ്റ്റിസിനൊക്കെ റിമൂവ് ചെയ്യാൻ അതിന് പ്രസിഡന്റിന്റെ അപ്രൂവലും വേണം അതിൻ്റെയൊക്കെ. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഇതാണ്. ഇതുവരെ അങ്ങനെ നടന്നില്ല. അതിന് മുമ്പേ തന്നെ നമ്മുടെ ജഡ്ജസ്
രാജിവെച്ചു പോവുക, അങ്ങനെ ചില ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, 2 3. പക്ഷെ ചിലത് സഫലമാകില്ല, കാരണം നമ്മുടെ പാർലമെന്റിൽ മെജോറിറ്റി ഇല്ല. മനസ്സിലായില്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ, ഡിക്കേഡ്, അതായത് 10 15 18 വർഷം മുമ്പേ, ഓർമ്മയില്ല എനിക്ക്, ഈ ഒരു ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചണ്ഡീഗഡിലുണ്ടായിരുന്നു. ആ ചീഫ് ജസ്റ്റിസ് പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിന്റെ ആകുമ്പോൾ ചണ്ഡീഗഡിലാണ് അവരുടെ താമസ ബംഗ്ലാവ്, എന്താണെന്ന് വെച്ചാൽ അത് റെസിഡൻഷ്യൽ ഇത്. അപ്പൊ അവിടെ എന്തോ അയാൾ മോഡിഫിക്കേഷന് വേണ്ടി എന്തോ പൈസ ചോദിച്ചു. യഥാർത്ഥത്തില് അവിടെ മോഡിഫിക്കേഷൻ നടന്ന അയാളുടെ വീടല്ല ശരി. യഥാർത്ഥത്തിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഈള് പോയി വേറെ ആൾ വരുമല്ലോ, ഗവൺമെന്റ് അക്കോമഡേഷൻ ആണ് അത്. അപ്പൊ അവിടെ പെയിന്റിങ് നടത്തിയോ കർട്ടൺ മാറ്റിയോ അയാളെ കർട്ടൺ കൊണ്ട് പോയില്ലല്ലോ, പെയിന്റ് ചുമരിലല്ലേ അടിക്കുക. അപ്പൊ ആ ചുമര അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷേ ആരോ ഇത് എന്തോ 5 ലക്ഷം രൂപ എന്തോ സംതിങ് എന്തോ ഇത് കംപ്ലൈന്റ് ചെയ്ത് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നമ്മുടെ പാർലമെന്റിൽ പോയി, ലോകസഭ ഡിസ്കസ് ചെയ്തു, രാജ്യസഭ ഡിസ്കസ് ചെയ്തു, അയാളെ മാറ്റണം, അങ്ങനെ അവസാനം മാറ്റിയില്ല. അത് അങ്ങനെ തന്നെ പോയി. അതിന്റെ പ്രധാന കാരണങ്ങളുണ്ട്. അത് ശരിക്ക് നിലനിൽക്കില്ല. എന്താ കാരണം? അയാളുടെ സ്വന്തം വീടല്ലല്ലോ. നിങ്ങളിപ്പോൾ ഗവൺമെന്റ് അക്കോമഡേഷനിൽ പെയിന്റ് അടിച്ചു വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഓരോരോ ചീഫ് മിനിസ്റ്ററും മന്ത്രിസഭ മാറുമ്പോൾ ഉടനടി പുതിയ ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ മുഴുവൻ വൈറ്റ് വാഷിങ്ങും എല്ലാം PWD ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചെയ്തിട്ടല്ലേ പുതിയ ആളുകൾ വരുന്നത്. അപ്പോ അയാൾ പോയി വേറെ ചീഫ് ജസ്റ്റിസ് വരും. മനസ്സിലായില്ലേ? ഒരു ചീഫ് മിനിസ്റ്റർ പോയാൽ വേറെ ചീഫ് മിനിസ്റ്റർ വരും. അപ്പൊ തീർച്ചയായിട്ടും 5 കൊല്ലാണ് അവര് വീട് ഉപയോഗിക്കുന്നത്. അപ്പൊ ചില സമയത്ത് വീട് കുറച്ചൊക്കെ മോശമായിട്ടുണ്ടാവും, പെയിന്റ് പോയിട്ടുണ്ടാവും, റിനോവേഷൻ വേണ്ടി വരും. ഇതൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടമായ ഘടകമാണ് ജുഡീഷ്യറി. ഓക്യുപ്പൈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ഇന്ത്യ. കാരണം ഇത്ര വലിയ ഒരു രാജ്യം ഇങ്ങനെ ഓർക്കണേ, ഈ ജുഡീഷ്യറി നമ്മുടെ ഇത്രത്തോളം ജുഡീഷ്യറി കുറച്ച് സെറ്റ് ബാക്കും ഉണ്ട് കേട്ടോ, അത് പിന്നീട് പറയാം. പക്ഷെ ജുഡീഷ്യറി വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് ഇന്നെല്ലാം നമ്മൾ ചിലപ്പോൾ നിലനിൽക്കുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും അവർ പല നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നതുകൊണ്ടും ഡയറക്ഷൻ ഗവൺമെന്റിന് കൊടുക്കുകൊണ്ടും ജനങ്ങൾക്ക് കൊടുക്കുകൊണ്ടാണ് പല നല്ല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ചില സമയത്ത് തകർന്നു പോകും, അങ്ങനെയുണ്ട് ചിലത്. പക്ഷെ സുപ്രീം കോടതി ഇടപെട്ട് പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായേ? കാരണം ജനങ്ങളുടെ ഫ്രീഡം, മൂവ്മെന്റ്, അതേമാതിരി എഡ്യൂക്കേഷണൽ അവരുടെ ഇത് റിക്വയർമെന്റും മറ്റേ അഡ്മിഷൻസിനെ പറ്റിയിട്ടും ഓരോരുത്തരുടെ റൈറ്റിനെ പറ്റിയിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇതിനെ പറ്റിയിട്ടൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഓക്കെ, അങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റംസ് ഇൻ ഇന്ത്യ സംസാരിക്കാൻ പോകുന്നു. ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ നല്ല കൺട്രോൾ ഉണ്ട്. മനസ്സിലായില്ലേ? ഫോംസ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ, ലിമിറ്റേഷൻസ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. ചിലപ്പോ നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ പേരിൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് വിഷമങ്ങളുണ്ട് നമ്മുടെ കോടതിക്ക്. അതെന്താ എന്നൊക്കെ പിന്നീട് നമുക്ക് വിവരിക്കാം. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പബ്ലിക്കിന് കേസ് കൊടുക്കാം, അപ്പീൽ കൊടുക്കാം. അതായത് അത് പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് വിചാരിക്കുക. അപ്പൊ ആർക്ക് വേണിച്ചാലും കോടതി അപ്രോച്ച് ചെയ്യാം. അതിനെപ്പറ്റി പറയാം. ലീഗൽ എയ്ഡ് അതെന്താണ് അതും പറഞ്ഞുതരാം. ഗ്രാം ന്യായ, അത് ന്യായാലയ പറഞ്ഞ അത് നമ്മുടെ കോടതി, അതായത് റൂറൽ ഏരിയയിലുള്ള കോടതി നമ്മുടെ അതെന്തിനാണ് സെറ്റപ്പ് ചെയ്തതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. ജുഡീഷ്യറി ഓക്യുപ്പൈസ് an important place. The Constitution visualizes an independent judiciary ആണ് നമ്മുടെ ഔട്ട്സൈഡോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും സാധാരണ ഈ ജുഡീഷ്യറിയെ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ഫ്രീ ആണ്. അവരെ അതായത് ഇൻഡിപെൻഡന്റ് ഒരു പില്ലറാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി. ദെൻ മൂന്നാമത്തെ പില്ലറാണ് ജുഡീഷ്യറി. നാലാമത്തെയാണ് നമ്മുടെ മീഡിയ. അപ്പോൾ അവനവൻ്റെ റോള് പ്ലേ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യില്ല. എക്സിക്യൂട്ടീവിൽ ജുഡീഷ്യറി ഇന്റർഫിയർ പാടില്ല. ലെജിസ്ലേറ്ററിലെ പാർലമെന്റിനോ അല്ലെങ്കിൽ അസംബ്ലിക്കോ കൊടുത്ത അധികാരത്തിൽ ജുഡീഷ്യറി അങ്ങനെ സാധാരണ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. കാരണം ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, ഇൻഡിപെൻഡന്റ് ആണ്.
അപ്പോൾ അവർ ഫങ്ഷൻ ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ജുഡീഷ്യറി ഇടപെടും തീർച്ചയായിട്ടും. എന്തെങ്കിലും അവർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പാർലമെന്റോ എന്തെങ്കിലും ചില സമയത്ത് പ്രശ്നങ്ങളുടെ ചില സമയത്തേ, അപ്പോൾ ആ സമയത്ത് ജുഡീഷ്യറി ഇന്റർഫിയർ ചെയ്യും. കാരണം ജുഡീഷ്യറിയിലാണ് അൾട്ടിമേറ്റ് ഇന്റർപ്രട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും നമുക്ക് ജുഡീഷ്യറി പറ്റും. കാരണം ഭരണഘടനയിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല വിചാരിക്കുക, എന്തെങ്കിലും ആ സമയത്ത് ജുഡീഷ്യറിയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം. ചില നിയമങ്ങൾ നമ്മുടെ ബുക്കിലില്ല, അപ്രതീക്ഷിതമായിട്ട് ചില ഇൻസിഡന്റ് വരും. പറയട്ടെ എന്താണെന്നോ? അതായത് ഇന്ത്യയിൽ തന്നെ റെയർ കേസാണ്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മുടെ ഒരു കപ്പൽ ഏതോ ഇറ്റലിയിലത്തെ ഒരു കപ്പൽ ഏതോ ഒരു ബോട്ടിൽ ഇടിച്ചു. ബോട്ടിൽ ഇടിച്ചപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് അവേ ഫ്രം കൊച്ചി, കൊച്ചിന്ന് കുറച്ച് അപ്പുറത്ത് പിന്നെ ആണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മള് ഈ വേഗം നമ്മുടെ കോസ്റ്റൽ നമ്മുടെ പട്ടാളം അത് പിടിച്ചു വെച്ചു ഇറ്റലിയുടെ ഷിപ്പിനെ. അത് പിന്നെ ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് പരിണമിച്ചു. ബിറ്റ്വീൻ ഇറ്റലി ആൻഡ് ഇന്ത്യ. കാരണം ഇറ്റലിയുടെ കപ്പലാണ് നമ്മൾ പിടിച്ചു വെച്ചിരുന്നത്. കാരണം ആ കപ്പല് തട്ടിയിട്ട് 2 ആള് മരണപ്പെട്ടു. ഓക്കെ, ഫിഷർമാൻ. അപ്പോൾ അതിന് നഷ്ടപരിഹാരം എങ്ങനെ നിങ്ങൾ ഇന്ത്യയുടെ വെള്ളത്തിന്റെ ഉള്ളില് വാട്ടർ ഇതില് നിങ്ങൾ കടന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത്തരത്തിലുള്ളൊരു കേസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇത് യഥാർത്ഥത്തില് കേരള സ്റ്റേറ്റിന്റെ ടെറിട്ടറിയിലാണ് വന്നത്. പക്ഷെ വെള്ളത്തിന്റെ കാര്യത്തില് കേരള സ്റ്റേറ്റിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ക്ലെയിം ചെയ്തു ഇന്റർനാഷണൽ വാട്ടറാണ്. ആ വേ അവിടെ സംഭവിച്ചത് നമ്മുടെ ഇന്റർനാഷണൽ അവരുടെ ഷിപ്പ് പോകേണ്ട ചാനലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർനാഷണൽ ഇതില് നമ്മുടെ കേരളത്തിനോ വേറെ തമിഴ്നാടിനോ ഇടപെടാൻ പറ്റില്ല. അത് പിന്നെ കൺകറന്റ് സബ്ജക്റ്റ് ആയിട്ട് മാറും. അത് സെൻട്രൽ ഗവൺമെന്റിനെ പറ്റും. കാരണം ഇന്റർനാഷണൽ ഇഷ്യൂ ആണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യ ആൻഡ് ഇറ്റലി. കാരണം അത് ഇന്റർനാഷണൽ വാട്ടറാണ്. അത് ഓരോരോ ബോർഡർ ഉണ്ട്, മനസ്സിലായില്ലേ, ഷിപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് മർച്ചന്റ്. അപ്പൊ അത്തരത്തിലൊരു സംഭവം നമ്മുടെ പിന്നെ ഇത് കോടതിയിലാണ് കോടതിയാണ് തീരുമാനം എടുത്തത്. അറിയാലോ നിങ്ങൾക്ക്, സുപ്രീം കോടതി അവസാനം അവരെ പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ ശേഷം ചിലർക്ക് ക്യാൻസറോ എന്തോ സംതിങ് എന്താണ്, പിന്നെ 8 ലക്ഷമോ 12 ലക്ഷമോ എന്തോ അവരൊന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിയിട്ട് ആ അഫക്റ്റഡ് കമ്മ്യൂണിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് 4 ലക്ഷമോ 5 ലക്ഷമോ എന്തോ അങ്ങനെ കൊടുത്ത് ആ ബോട്ട് തകർന്ന ആ ഉടമയ്ക്കും കൊടുത്തു കുറെ സംഖ്യ. അങ്ങനെ കോടതിയാണ് സെറ്റിൽ ചെയ്തത്. കാരണം എന്താ അറിയോ, അത് നമ്മൾ നോർമലി നമുക്ക് പറ്റില്ല. എന്താ കാരണം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതേമാതിരി ഇടപെടണം. കാരണം എന്താ പറയുക, ഇറ്റലിയിലെ ആ ബോട്ട് ഇടിച്ചത്, ഷിപ്പ് ഇടിച്ചത് ഇറ്റലിയിലത്തെ നേവിക്കാരാണ്. അപ്പൊ നേവി ഭടന്മാരാണ് ഇറ്റലിക്കാരുടെ, മനസ്സിലായി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് എക്സിക്യൂട്ടീവ് എളുപ്പത്തിൽ പറ്റില്ല. അതൊക്കെ ജുഡീഷ്യറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർനാഷണൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരിലായ പലരെയും നമ്മുടെ പാകിസ്ഥാൻകാർ വിരിച്ചില്ല. അപ്പൊ ഇന്റർനാഷണൽ കോർട്ടാണ് അതൊക്കെ തീരുമാനിക്കുന്നത്, ചിലത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഓക്കെ, സോ നമ്മുടെ സിറ്റിസന്റെ റൈറ്റ് ജുഡീഷ്യറിയാണ് നോക്കുന്നത്. ഇൻ എ ഡെമോക്രാറ്റിക് പൊളൈറ്റി, അതായത് സിസ്റ്റം ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി പറഞ്ഞു. എന്താണ് സിനി ക്വോ നോൺ എന്ന് പറഞ്ഞ അത്യാവശ്യമായ ഘടകം, ഒഴിവാക്കാൻ പറ്റാത്ത പിന്നെ കാര്യങ്ങള്. സിനി ക്വാ നോൺ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തത്. ഞാൻ ഉദാഹരണം പറയട്ടെ, എന്താണ് ഇതിന്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞുതരാം. നോക്കൂ, നമ്മുടെ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് വിചാരിക്കുക. റിക്രൂട്ട്മെന്റ് നേവി, എയർഫോഴ്സ്, ആർമി റിക്രൂട്ട്മെന്റ് ഉണ്ട് വിചാരിക്കുക. എന്തായാലും എഴുതിയിരുന്നത് മുകളിൽ എന്താണ് അറിയോ, ഓൺലി ഇന്ത്യൻ നാഷണൽ ക്യാൻ അപ്ലൈ. ഇന്ത്യൻ സിറ്റിസന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടൂ. അപ്പൊ അത് അവിഭാജ്യ ഘടകമാണ്, അത്യാവശ്യമായ ഘടകം, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇന്ത്യൻ നേഷൻ, അല്ലാണ്ട് നമ്മുടെ പ്ലെയിൻ പറഞ്ഞിട്ട് അത് വേറെ രാജ്യത്ത് കൊണ്ടുപോയാലോ നമ്മുടെ പൈലറ്റ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ, അതേമാതിരി HAL ഒക്കെ അത് നമ്മുടെ ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊക്കെ ചില ഇതുണ്ട് ഒഴിച്ചുകൂടാൻ പറ്റത്തത്. അതാണ് സിനിക്വ നോൺ. ടു ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ സിസ്റ്റം, അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഫങ്ഷൻ അക്കോർഡിംഗ് ടു ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. നിയമം, നമ്മുടെ ഏറ്റവും വലിയ നിയമമാണ് ഭരണഘടന. അതിനെ നമ്മൾ വയലേറ്റ് ചെയ്യാനോ
അതിൻ്റെ മീതെ പോകാനോ നമുക്ക് അധികാരമില്ല. ഭരണഘടനയാണ് നമ്മുടെ സുപ്രീം ലോ. പിന്നെ മറ്റുള്ള ഇതുണ്ട്, അത് ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. പിന്നെ ദി ജുഡീഷ്യറി ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ പ്രൊട്ടക്ടിങ് ദ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് ദ ആർബിട്രറി എക്സസൈസ് ഓഫ് പവർ. പിന്നെ ഒരു കാര്യം, ഏതെങ്കിലും ഭരണകൂടം ചില സമയത്ത് ആർബിട്രറി ഒരാളെ തടഞ്ഞു വയ്ക്കുക, അതേമാതിരി വെറുതെ ജയിലിടുക. ഇപ്പം നിങ്ങൾക്കറിയാം, രാജീവ് ഗാന്ധി അസാസിനേഷനിലെ ഒരാൾ പെരുവ എന്തിന് അയാളെ ജസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാക്ക് നമ്മുടെ സുപ്രീം കോടതി വിടാൻ വേണ്ടി പറഞ്ഞു. കാരണം അയാൾ 30 കൊല്ലം 31 കൊല്ലം ജയിലിൽ ആൾറെഡി കിടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. കാരണം ഇതിന് നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. എല്ലാവരും രണ്ടു വശം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അമ്മയെ അച്ഛനെ തല്ലിയാലും പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും ഉണ്ടല്ലോ. അയാളെ വിട്ടു. 30 വർഷം 31 വർഷം കഴിഞ്ഞു. ഈവൻ രാജീവ് ഗാന്ധിയുടെ അതിൽ അസാസിനേഷനിൽ ഇൻവോൾവ് ചെയ്ത ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ അത് ഇന്നസെന്റ് ആണെന്നൊക്കെ പറയുന്നത്. പക്ഷെ വേറൊരു കാര്യം, അവിടെ ഈവൻ സോണിയാഗാന്ധി, ഈവൻ പ്രിയങ്ക ഗാന്ധി ജയിലിൽ പോയിട്ട് അവരോട് മാപ്പ് കൊടുത്തു ശരിക്കും ഒരു കാലത്ത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷേ അവർ മാപ്പ് കൊടുത്താൽ നിയമമാണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് കൊന്നിറങ്ങണം. അവർ മാപ്പ് കൊടുത്തു. അതൊരു ഹ്യൂമനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഭാര്യയും സ്വന്തം പ്രൈം മിനിസ്റ്ററുടെ ഭാര്യയും അതേമാതിരി മകളെ പോയിട്ട് മാപ്പ്, അച്ഛനെ കൊന്നതിന് ഉള്ളൊരു മാപ്പ് കൊടുത്തു. പക്ഷെ മാപ്പ് നിയമമല്ലല്ലോ. എന്താ കാരണം അറിയോ? ഇപ്പോൾ ആളുകൾ എന്നിട്ട് അത് ആഘോഷിക്കുക, വളരെ സന്തോഷമാണ്. പല പാർട്ടിക്കാരൊക്കെ സന്തോഷം തമിഴ്നാട്ടിൽ. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഇതിനോടൊപ്പം 15 ആള് വേറെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പല ആളുടെ കാല് പോയിട്ടുണ്ട്, കൈ പോയിട്ടുണ്ട്, 5 വിരല് പോയിട്ടുണ്ട്. ഈ 31 കൊല്ലത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ ഒരാളും പോയി നോക്കിയിട്ടില്ല. ഈവൻ ഐ വാസ് എ വിറ്റ്നസ്. ഞാൻ തമിഴ്നാട്ടിൽ ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സെമിനാർ എടുത്തത് അവിടുത്തെ നമ്മുടെ ADGP ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ആ സെക്യൂരിറ്റിയുടെ ടോപ്പ് ആയിട്ടുള്ള തമിഴ്നാട് കേഡർ IPS ഓഫീസറാണ്. അയാൾ റിട്ടയർ ചെയ്തിട്ട് അയാളാണ് ക്ലാസ് എടുത്തിരുന്നത്. എനിക്കൊരു സെമിനാർ. അയാൾ വന്നത് വീൽ ചെയറിലാണ്. ആ ബോംബ് ബ്ലാസ്റ്റിൽ അയാൾക്ക് അപകടം പറ്റിയത്. കാരണം അയാളാണ് സെക്യൂരിറ്റി ചീഫ് പ്രധാനമന്ത്രി പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അയാളും അതിൽപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറ്റുന്നത് വെച്ചാൽ അയാൾ വീൽ ചെയറിലാണ് ക്ലാസ് എടുക്കാൻ വന്നത്. അത്തരത്തിൽ ഇന്നലെയും കണ്ടു ഒരു സ്ത്രീ, ഒരു പോലീസ്, തമിഴ്നാട് പോലീസിലെ ഒരു സ്ത്രീ, അവളുടെ 5 വിരൽ പോയി, കാലിലത്തെ വിരൽ പോയി. പറയണം 31 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ വിരലും ഒക്കെ പോയിട്ട് ഒരാൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല. കോടതി അദ്ദേഹത്തിന് വിട്ടു മറ്റേയാളെ. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ് വന്നത്? പക്ഷെ മരിച്ചവരുടെ വീട്ടിൽ ഒരാളും വന്നിട്ടില്ല. 15 ആൾ മരിച്ചിട്ടുണ്ട്, 140 ആൾക്ക് ഇഞ്ചുറി ഉണ്ട്, ഒരാളും വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തില്ല. അപ്പൊ ഇതൊക്കെ ജുഡീഷ്യയുടെ പ്ലസ് മൈനസ് ആണ് കേട്ടോ. ചിലത് നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ അതിന്റെ സൈഡ് എഫക്റ്റ് മറ്റേതാണ്, വേറൊരു വിധത്തിലുണ്ട്. അതാണ് വേണല്ലേ, ചിലത് നല്ലതും ചിലത് ചീത്തയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ വീരപ്പൻ, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വീരപ്പൻ. അയാളെ ഷൂട്ട് ചെയ്തു, ഓക്കെ, കൊന്നു. പക്ഷെ വീരപ്പനായ കഥയുണ്ട്. എന്തായാലും ചരിത്രമുണ്ട്. സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന് വലിയൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് പരിണമിച്ചത്. അതിന് സമൂഹം ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ കോടതിയിലാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും ചിലപ്പോൾ മാപ്പ് കൊടുക്കുന്നതും ഇതൊക്കെ. അപ്പോൾ സിറ്റിസന്റെ ആർബിട്രറി എക്സസൈസ് ഒരു വിധത്തിലും നമ്മുടേതായ അധികാരങ്ങൾ, ആവശ്യമില്ലാത്ത അധികാരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്തത്. ഇപ്പൊ പറയാം എന്താ അധികാരം. ആർബിട്രറി എക്സസൈസ് ഓഫ് പവർ എന്താണ്? അതായത് എന്താ നിയമം അറിയാം. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഒരു വിധത്തിലുള്ള രാഷ്ട്രീയമല്ലേ, വെറും അക്കാഡമിക്, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ക്യാബിനറ്റ്, ഒരു സ്റ്റേറ്റിലെ ഒരു ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണറെ അത് ഗവർണറുടെ ഡ്യൂട്ടി ഒന്നുമില്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചയക്കുക. രണ്ടാമത് പിന്നെയും ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ട് അയച്ചാൽ നിങ്ങൾ ഗവർണർ സൈൻ ചെയ്യണമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഇതേമാതിരി പാരലി ഈ രാജീവ് ഗാന്ധി കൊലക്കേസിന്റെ അതില് ഈ മനുഷ്യന്റെ ഇത് 3 കൊല്ലം മുമ്പേ
3 4 എന്തോ വർഷം മുമ്പേ തന്നെ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി അപ്രൂവ് ചെയ്തിട്ട് ഗവർണർക്ക് അയച്ചതാണ്. നീക്കോളൂ ഇവിടെ ഇപ്പൊ നീക്കോളൂ നിങ്ങളുടെ അക്കാഡമിക് വേർഡ്. പക്ഷെ ഗവർണർ എന്ത് ചെയ്തു അറിയത്? ഒന്നുമില്ലെങ്കിൽ സ്വീകരിക്കണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം തമിഴ്നാട് ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്റർക്കോ ആർക്കോ. പക്ഷെ അയാൾ എന്താ ചെയ്ത്? പ്രസിഡന്റിന് ഫോർവേഡ് ചെയ്തു. പ്രസിഡന്റ് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അവിടെ പ്രസിഡന്റ് പവർ ഇല്ല അവിടെ. കാരണം അത് ഡിസിഷൻ എടുക്കുന്നത് ഗവർണറാണ്. അയാൾക്ക് ഇത് കൊടുക്കണോ, അയാളെ ഫ്രീ ആക്കണോ, മറ്റേതാക്കണോ. 31 കൊല്ലമായി. പക്ഷെ 4 കൊല്ലം അയാൾ അത് പെൻഡിങ് വെച്ചു. അത് എന്നിട്ട് അവസാനം കൊണ്ടിട്ട് പ്രസിഡന്റിന് കൊടുത്തു. ഇപ്പൊ എന്താ സുപ്രീം കോടതി പറഞ്ഞ? ഗവർണർക്ക് ഇത്തരത്തിലുള്ള ഒരു അധികാരമില്ല പ്രസിഡന്റിന് റെഫർ ചെയ്യാൻ. ഗവർണറുടെ അധികാരം എക്സസൈസ് ചെയ്യണം. അത് പ്രസിഡന്റിന് കൊടുക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പ്രസിഡന്റിന് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആർബിട്രറി എന്ന് വെച്ചാൽ അവിടുത്തെ ഗവർണർ ആർബിട്രറി അത് ഹോൾഡ് ചെയ്ത് വെച്ചു 4 കൊല്ലം. ആ പാവം 4 കൊല്ലം ജയിലും കിടക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എക്സസൈസ് ഓഫ് പവർ, ഈ അധികാരം എന്ന് വെച്ചാൽ ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല, അത് പ്രോപ്പറായ ജനത്തിന് സേവനത്തിന് വേണ്ടിയിട്ടും. ഞാൻ ഈ കാര്യമല്ലേ പറയുന്നത് കേട്ടോ, ഈ കാര്യമല്ലേ പറയുന്നത്. നമുക്ക് അധികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അധികാരം പ്രോപ്പറായിട്ട് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അത് ശരിയായ വിധം അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റിസ് ആണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത്. കാരണം ഇപ്പൊ ഞാൻ എന്താ ഉദാഹരണം പറയാം, നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹത്തിന് വിട്ടു, ഓക്കെ പോട്ടെ, അയാൾ പോട്ടെ, എങ്ങനെ 10 31 കൊല്ലേ. പക്ഷെ വാട്ട് അബൌട്ട് അതേഴ്സ്? അവിടെ അല്ലേ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരിക. ഇവൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇതിൽ എഡിറ്റോറിയൽ നോട്ടിൽ ഉണ്ടായിരുന്നു ഇത്. അതേമാതിരി അവിടെ മരിച്ച ആളുകളുടെ വീട്ടിൽ ഒരാൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ആ കുടുംബം 15 പേരോ എത്രയോ ആളുകൾ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഒരൊറ്റ എണ്ണം അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഒരു മന്ത്രി ഇതുവരെ 31 കൊല്ലമായിട്ട് അവർ വീട്ടിൽ പോലും പോയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അവിടെയാണ് നമ്മുടെ ജസ്റ്റിസ് നമ്മുടെ ചിലപ്പോൾ ഫെയിലിയർ ആവുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എല്ലായിടത്തും ഫെയിലിയർ എന്നല്ലേ ഞങ്ങൾ വിചാരിക്കരുത്. നോ, ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് പറഞ്ഞു ഇൻഡിപെൻഡന്റ്, ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവിന് പവർ ഉണ്ട്, ജുഡീഷ്യറിക്ക് വേറൊരു പവർ ഉണ്ട്. എക്സിക്യൂട്ടീവ് നമ്മുടെ പ്രധാനമന്ത്രി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? അങ്ങനെ പോകുന്നു. ജുഡീഷ്യറി വേറെ പോകുന്നു. അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്. ജുഡീഷ്യറി പിന്നെ ജുഡീഷ്യറി വിച്ച് ഇന്റർപ്രറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനയിൽ ഇല്ലാത്തത്, അതല്ലെങ്കിൽ ഭരണഘടനയിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോകണം സുപ്രീം കോടതിയില്. ഓക്കെ, മീനിങ് ഓഫ് ലോ, ലീഗാലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് must have separate existence. Judicial administration means dispensing of justice according to law, especially through functioning of system of courts. കോടതികൾ മുഖാന്തരം എല്ലാ ഇത് നമ്മളെ പരിഹാരം കാണണം. അതാണ് ഇതിന്റെ അർത്ഥം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻകോർപ്പറേറ്റഡ് മെനി പ്രൊവിഷൻസ് ടു എൻഷുർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഒരുപാട് പ്രൊവിഷൻ ഉണ്ട്. അതെന്താ? നമ്മുടെ സ്വാതന്ത്ര്യം മെയിൻറ്റെയിൻ, അതായത് ഫ്രീ മൂവ്മെന്റ്, സംസാരിക്കുക, എന്ത് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ നമുക്ക് അധികാരപ്പെട്ടതാണ്. ദോ ദ എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ദ ജഡ്ജസ്, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ജഡ്ജിമാരെ എങ്ങനെ വെച്ചാൽ റെക്കമെൻഡേഷൻ വന്നിട്ട് പ്രധാനമന്ത്രി ഇവരൊക്കെ കൂടി എങ്ങനെ ആണ് അറിയോ, ചീഫ് ഓപ്പോസിഷൻ മെമ്പർ, അതേമാതിരി ഇവര് ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, ഇവരൊക്കെ ലോ മിനിസ്റ്ററോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററോ ആരെങ്കിലും കൂടിയിട്ടൊക്കെയാണ് ഈ കമ്മിറ്റിയാണ് ഇവർ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതേമാതിരി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്യും. അങ്ങനെ ഹയസ്റ്റ് കോടതിയിലും ഇതേമാതിരി കൊളീജിയം, സുപ്രീം കോടതിയിലെ ജഡ്ജന്മാരൊക്കെ കൂടി ആണ് ലോ മിനിസ്ട്രിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ലോ മിനിസ്ട്രി അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ്. സോ ദ ടെനർ ഈസ് ഇതിന്റെയൊക്കെ ടെനറിന്റെ റിട്ടയർമെന്റ് വരെയാണ് ഇവർക്ക് അറിയോ 62 65 ഒക്കെയാണ് വയസ്സ്. അതായത് ചീഫ് ജസ്റ്റിസ് 65, ഹൈക്കോടതി നമ്മുടെ സുപ്രീം കോടതിയിൽ 62 ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് റിട്ടയർമെന്റ് ഏജ്. പിന്നെ റിട്ടയർ ചെയ്താൽ അവരെ വേറെ ഒരു ഫംഗ്ഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്നാണ് സാധാരണ പതിവ്. അതായത് ഒരാൾ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ വേറെ ഒന്നും പ്രൈവറ്റിലോ അങ്ങനെയൊന്നും നമ്മളെ ജോയിൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്.
പക്ഷേ എത്തിക്സ് ഉള്ളവർക്കല്ലേ ഇതൊക്കെ ബാധകമുള്ളൂ. ചിലവർ എത്തിക്സ് ഒന്നും ഇല്ല. കാരണം അത് പിന്നെ പേര് പറയുന്നില്ല, ചീഫ് ജസ്റ്റിസ് ആയാലിന് പിന്നെ പോയിട്ട് ചില പ്രൈവറ്റ് കമ്പനി, അതും ഞാൻ പേര് പറയുന്നില്ല, പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിലവർ നമ്മുടെ രാജ്യസഭ മെമ്പറായിട്ടുണ്ട്. അതൊന്നും ശരിക്കും ജുഡീഷ്യൽ എത്തിക്സ് ആണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. കാരണം ഹയസ്റ്റ് കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ, വലിയൊരു ഓഫീസർ, പെൻഷനും എല്ലാം അവർക്ക് വളരെയധികം നല്ല പെൻഷൻ. അറിയാലോ നിങ്ങൾക്ക്, അവർ ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പാടില്ല, ഫ്രീ അക്കോമഡേഷൻ ആണ്, എല്ലാ ആനുകൂല്യങ്ങളും അയാൾക്കുണ്ട്. അങ്ങനത്തെ ഒരാളെ ഇതിനെത്ര കൊടുക്കണം അറിയുക. അതായത് ഒരു വിധത്തിലുള്ള കറപ്ഷനോ യാതൊന്നും ചെയ്യാൻ പാടില്ല. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് നല്ല പെൻഷൻ കിട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രൈവറ്റ് പാർട്ടി വേറെ ഏതെങ്കിലും വിധത്തിൽ ചെയ്താൽ അവിടെ ഒരു പെൻഷൻ, ഇവിടെ ഒരു പെൻഷൻ. രാജ്യസഭ MP ആണെങ്കിൽ അവിടെ ഒരു പെൻഷൻ, ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന്റെ വേറൊരു പെൻഷൻ. അപ്പൊ ഒരാൾ എത്ര പെൻഷൻ വാങ്ങും അല്ലേ? അപ്പൊ അത് എത്തിക്സിന് ചേർന്നാണോ? അപ്പൊ ഇതൊക്കെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞ് ഞാൻ പല പല വിധത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് എത്തിക്സിന്റെ. പിന്നെ അത് പിന്നീട് നമുക്ക് പറയാം. കാരണം എത്തിക്സിന്റെ ചില സമയത്ത് ഒരു പാർട്ടി എന്നല്ല, പല പാർട്ടികളിലും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് സ്വയം തീരുമാനിക്കണം. ചിലവരെന്തുണ്ട്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എക്സ്റ്റൻഷൻ കിട്ടും, അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ബി ലോയൽ ടു ദ റൂളിംഗ് പാർട്ടി എന്നൊക്കെ ഉണ്ട് ചിലരെ. അതൊന്നും നല്ലതല്ല. എന്താ കാരണം എന്നറിയോ? നമ്മൾ ടാക്സ് ബേസിന്റെ കാശാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പ്രകാരം ഓരോരുത്തരെയും ഓരോരോ പദവിയിൽ ഇരുത്തുന്നത് ആ പദവിയിലത്തെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിവേ, ഓരോരുത്തരുടെ ഐഡിയയാണ്. നമുക്കതിലൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ട് യാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. എത്തിക്സ് ഓഫ് എഗെയിൻ എനിക്ക് പറയാൻ പറ്റില്ല, അത് രാഷ്ട്രീയമായിട്ട് വരും. അത് ചില സമയത്ത് ഒരു റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റേറ്റിൽ. നമ്മുടെ അതിൽ ഒരു കാൻഡിഡേറ്റ് പിന്നെ ഈസ് എ ഡോക്ടർ, റിനൗണ്ട് ഡോക്ടർ, വെരി ഫേമസ്, ഹാർട്ട് സർജനാണ്, ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം, ഇത് ഹാർട്ട് അറ്റാക്ക് നടത്തുന്ന ആളാണ്. അയാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വിളിച്ചിട്ടാണ് അയാളെ നോമിനേഷൻ സബ്മിറ്റിന് പാർട്ടിയുടെ. അപ്പൊ എന്താണ് പറയുന്നത്? ഉടനടി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനത് കേട്ടതാണ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആള് വരുന്നത്, അതോ 1.5 മാസം ബുക്കിംഗ് ആണ് അയാളെ. ഓരോരുത്തര് ഈ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹം. ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ലേ പറയുന്നത്, ഞാൻ പറയുന്നത് എത്തിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടല്ല. പക്ഷെ എത്തിക്സ് പറയുന്നത് എന്താണെന്ന് അറിയോ? 1.5 മാസം നമ്മുടെ സാധുക്കളായ ആളുകളുണ്ട്, പലരും അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാർട്ടിന്റെ പ്രോബ്ലം. പിന്നെ പലരും ICUയിൽ കിടക്കുന്നുണ്ട്. അയാൾ സർജറി ചെയ്തത്, അയാൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അപ്പോഴും ഓപ്പറേഷൻ ചെയ്ത ആളാണ്, അപ്പോഴും അവിടെ അയാളുടെ പ്രസൻസ് വേണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇദ്ദേഹം ഇല്ലെങ്കിൽ വേറെ കാർഡിയോളജിസ്റ്റ് ഇല്ലേന്ന്? അതല്ല, ചിലർക്കൊരു പ്രത്യേക ഒരു ഗുണമുണ്ട്, അറിയാമോ? അവര് തൊട്ടാൽ അതൊരു ദൈവത്തിന്റെ ഇതാണ് ചില സമയത്ത്. അതെല്ലാവർക്കും അത്തരത്തിലുള്ള കഴിവ് വേണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. അതായത് ചിലവർ വളരെ ഫേമസ് ആയിട്ട് വരുന്നുണ്ടല്ലോ, വളരെ. അത് എന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു വേഗം പ്രസ് കോൺഫറൻസ് നടത്തി, ഞാൻ ഇന്ന പാർട്ടിക്ക് വേണ്ടി, ഞാൻ ഒരിക്കലും ഡോണ്ട് ടേക്ക് ഇറ്റ്, ഐ ആം എ ന്യൂട്രൽ പേഴ്സൺ. ഞാൻ ഇപ്പൊ എത്തിക്സിനെ പറ്റി സംസാരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഐ കനോട്ട് ടോക്ക് അബൌട്ട് എനിത്തിങ്. ഐ ആം എ ടീച്ചർ, സോ ഐ ആം എ ന്യൂട്രൽ പേഴ്സൺ. ഒരിക്കലും ഞാൻ ഒരു ഇതിനു വേണ്ടിയിട്ട് ആനുകൂല്യം ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ എത്തിക്സിനെ പറ്റിയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത്, ഐ ആം എ കോണ്ടസ്റ്റിംഗ് ഇൻ സോ ആൻഡ് സോ പാർട്ടി. അതായത് ഹാർട്ട് ലെഫ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിൽ വേണ്ടിയിട്ട് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നു പാർട്ടിക്ക്. ഓക്കെ, ചെയ്തോട്ടെ, അതിന് ഒരു ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഏത് പാർട്ടിക്ക് ആയിക്കോട്ടെ, അതിന് നമുക്കൊരു ഇതില്ല. പക്ഷെ ഹൃദയം ലെഫ്റ്റിലാണെന്ന് പറയണോ? അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലാവണം. അപ്പൊ റൈറ്റിലാണെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് തരുമല്ലോ? അതില്ലല്ലോ. ഹൃദയം ലെഫ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ മറ്റിൽ ചേർന്നോട്ടെ. അത് അയാളുടെ ഇതാണ്, സ്വാതന്ത്ര്യമാണ് ഏതിനും. പക്ഷെ ഹൃദയം ഇടത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ടായിക്കോട്ടെ, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എന്താണ് പറയുന്നറിയോ? ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ജനങ്ങൾ. വാച്ച് ചെയ്യുന്നത് ഞാൻ ഒന്നും പറയല്ല, അതായത് ഇതൊക്കെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. കാരണം അപ്പുറത്ത് ഓപ്പറേഷൻ ചെയ്ത ആളുകൾ കിടക്കുക,
അപ്പുറത്ത് 1.5 മാസം ബുക്കിങ്, പിന്നെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ. അപ്പൊ ഞാൻ ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത്. ഇത് ഞാൻ എത്തിക്സ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സ് എല്ലാ കാര്യത്തിലും, അത് രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ജുഡീഷ്യറി ആയിക്കോട്ടെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സർക്കാർ ഉദ്യോഗം ആയിക്കോട്ടെ എന്തായാലും ശരി, നമ്മുടെ ഇന്റഗ്രിറ്റി ഈസ് ബിയോണ്ട് ഡൗട്ട്. അപ്പോ സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ടേക്ക് ഇറ്റ് റൈറ്റ്ലി കേട്ടോ. ഞാൻ പറയുന്നത് ഒരിക്കലും ആ വിധോ ഈ വിധോ എടുക്കരുത്. ഐ ആം എ ടീച്ചർ, ഐ ടു ടീച്ച് ഗുഡ് തിങ്സ് ഫോർ യു, പ്രിൻസിപ്പിൾസ്, എത്തിക്സ്, അതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ദോ ദ എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോടതി, ദറ്റ് ഈസ് ദ സുപ്രീം കോടതി. ഈ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ജസ്റ്റിസ് ഭഗവതി, എൻ.എ. പാൽക്കിവാല, വി.ആർ. കൃഷ്ണയ്യർ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ബഹുമാനത്തോടുകൂടി ഇന്നും കാണുന്നത്? ഒക്കെ മരിച്ചുപോയല്ലോ എല്ലാവരും. ഇവരൊക്കെ കൃഷ്ണയ്യരുമൊക്കെ ഇന്നും അദ്ദേഹത്തിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജഡ്ജ്മെന്റ്, പ്രോ സിറ്റിസൺ, അവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാലൈസിസ്. മറക്കരുതേ, ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരാണ് ഇന്ദിരാഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇഷ്യൂ ചെയ്ത്. മറക്കരുത്. നമ്മുടെ എമർജൻസിക്ക് ഇന്ദിരാഗാന്ധിയുടെ പ്രൈം മിനിസ്റ്ററായി അയാളാണ് ജഡ്ജ്മെന്റ് കൊടുത്തത്. പക്ഷേ യു ടേക്ക് ദി എക്സാമ്പിൾ ഹൗ ദ പൊളിറ്റീഷ്യൻസ് ആർ. ഇന്ദിരാഗാന്ധി വെൽക്കംഡ് ഇറ്റ്. ഷീ വാസ് നോട്ട് ഹാവിങ് എനി ഗ്രഡ്ജ് അഗേൻസ്റ്റ് ദ ജഡ്ജ്. ഒരിക്കലും മരണം വരെ വളരെ സ്നേഹത്തോടുകൂടി, ഇന്ദിരാഗാന്ധിയാണല്ലോ ആദ്യം മരിച്ചത്, അവര് പെരുമാറിയിട്ടുള്ള ഒരു വിധ ഇൽ ഫീലിംഗ് യാതൊന്നും വന്ന് അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അയാൾ ജസ്റ്റിസാണ്, അപ്പൊ അദ്ദേഹത്തിന് അധികാരമുണ്ട്, അയാൾ ചെയ്യുന്നു. അതാണ് എന്നും ചിലര് എല്ലാവരെക്കാളും മുന്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ എത്തിക്സും പ്രൊഫഷണലിസമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ലേ ഞാൻ പറയുന്നത്, അങ്ങനെ ഞാൻ വിചാരിക്കരുത്. ഞാൻ ഒരു എക്സാമ്പിൾസ് പറഞ്ഞു മാത്രം. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ്, ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ പറയാം. ഇന്നലെ നമ്മൾ ഇലക്ഷൻ TN ശേഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ചിലവരെ ഓർമ്മിക്കുന്നത്, എന്താ മറ്റുള്ളവരെ ഓർമ്മിക്കാത്തത്? നോക്കൂ, എന്തുകൊണ്ട് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞു, എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല? നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആരുണ്ടായിരുന്നു പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇയാളുടെ പേര് ഓർമ്മിക്കുന്നു? ബിക്കോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓഫ് കോഴ്സ് ഐ ഹാവ് സീൻ മെനി ടൈംസ് ദ ജെന്റിൽമാൻ വെരി സ്ട്രിക്റ്റ് ആൻഡ് വെരി ഹോണസ്റ്റ്. വളരെ സത്യസന്ധനായ മനുഷ്യനാണ് അയാള്. പിന്നെ അയാളുടെ ഒരു കാര്യം ഞാൻ പറയാം. അയാളുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സാധാരണ എങ്ങനെ പതിവ് പറയുക, ഇതാണ് പേഴ്സണാലിറ്റി. ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുമ്പോൾ എന്താണ് പണ്ടെന്താ അറിയോ, നമുക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം കേട്ടോ. ഒരിക്കലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരെ മോശമായിട്ട് കരുതല്ല. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് വന്നത് എന്ന്, അയാളുടെ പല തെറ്റുകളുണ്ടായിരിക്കാം, പക്ഷെ നല്ലത് നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നല്ലത് നമ്മൾ എടുക്കുക. സി വൺസ് സാധാരണ എന്താണെന്ന് വെച്ചാൽ പതിവ് വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അസംബ്ലി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യോ, ഹോം മിനിസ്റ്റർ ഹോം സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷണറെ വീട്ടിൽ ഓഫീസിലേക്ക് വിളിക്കും. നമ്മുടെ ഇതിന്റെ യൂണിയൻ ഹോം സെക്രട്ടറി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അയാളുടെ ഓഫീസിൽ ചേംബറിലേക്ക് വിളിച്ചിട്ടാണ് ഇലക്ഷൻ ഡേറ്റ്, അവിടെ വല്ല ഫെസ്റ്റിവൽ ഉണ്ടോ, മഴയുണ്ടോ, വെയിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്, കുട്ടികളുടെ സ്കൂളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഹോം സെക്രട്ടറി പറയും അതേമാതിരി പിന്നെ വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇലക്ഷൻ്റെ ഇന്ന സ്റ്റേറ്റുകൾ ഇന്ന സീറ്റുകളുണ്ട്, അത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരും. സാധാരണ അതാ പതിവ്. ഈ ശേഷൻ്റെ അതുവരെ അങ്ങനെയാണ് പതിവ്. ഇത് ഞാൻ പുസ്തകം വായിച്ച പരിജ്ഞാനം മാത്രമാണ് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതാ കേട്ടോളൂ. ഒരു പ്രാവശ്യം നമ്മുടെ ഹോം സെക്രട്ടറി, ഞാൻ പേര് പറയുന്നില്ല, വിളിച്ചു ഇദ്ദേഹത്തിനെ, മിസ്റ്റർ ശേഷൻ, ടുഡേ 5 o'clock you come to my chamber and we want to discuss something election, about some election program.
Mr. Sheshan, please come to your chamber. We want to discuss something about our proposed election program or whatever it is. Utanadi Sheshan പറഞ്ഞെന്തറിയോ? You are a simple civil servant. I am the constitutionally created body head. You come to my cabin if you want. I will not come to your seat. Because you are a simple civil servant, whereas I am constitutionally appointed person by the President of India. If you want, you come to my chamber. And he went there, rushed his sister. So many things I want to tell you. And people reject afterwards. When he introduced the photo identity card, what is card? Somebody told that we cannot show our face in front of the camera. And because election malpractice was going on, so many, one person was casting vote for many persons, like that. And he wanted to stop that type of the voting, and he introduced ballot machine, and strictly told to implement the election this thing. And so some people protested that we will not take photograph, voters identity card, because we cannot show our face in front of the cameraman. So Sheshan told, okay, no problem. This is the national requirement. If you don't want to take, then don't cast vote. How can you then, for ration card, you are taking the photo? Ration card, then when you are going abroad, passport, you are showing, taking the passport photo, na? So this is also a requirement of the nation. Subsequently, what happened? Everybody took election card and started casting vote. Okay, that is the history. Like that. So, ഇങ്ങനെ വളരെ ചില അതുകൊണ്ട് എന്താ പറയുക, അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. പല കാര്യങ്ങളും ഓർമ്മിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയി. ഇപ്പോൾ ഒരു 70 to 75%, 80%, 80 to 90% അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഇല്ല ഇന്ത്യയിലെ. പണ്ട് അങ്ങനെ ഇല്ലാണ്ടായിരുന്നു. അപ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് ദ സിംഗിൾ യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റം. പറഞ്ഞു, ദി ഹോൾ സിസ്റ്റം ഓഫ് കോഴ്സ് ടേക്കൺ ഈ കാർഡ് ജുഡീഷ്യറി, എല്ലാ കോടതികളും, അത് എന്തൊക്കെയാണ് പറയാം ഞാൻ. ഇന്ത്യൻ ഫെഡറേഷൻ ആസ് എ യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റം, അതും പറയാം. വി ഹാവ് സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പറഞ്ഞു, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പറഞ്ഞു. സെൻട്രലിൽ സുപ്രീം കോടതി, സ്റ്റേറ്റിൽ ഹൈക്കോടതിക്ക് പല വേറെ കോടതി ഉണ്ട്, അത് പറഞ്ഞുതരാം. ആൻഡ് ദെയർ ഫങ്ഷൻസ് ആർ ഡിവൈഡഡ്. ഓരോരുത്തരും ഓരോ ഫങ്ഷൻ ഉണ്ട്. അവർക്കത് ഇത് ചെയ്യാൻ പാടില്ല, മറ്റേ ക്രോസ് ചെയ്യാൻ പാടില്ല. ദ സുപ്രീം കോർട്ട് ഓക്യുപ്പൈ, ഏറ്റവും വലിയ കോടതി സുപ്രീം കോർട്ടാണ്. ജുഡീഷ്യൽ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ പിറമിഡിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇറ്റ് കംപ്രൈസ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പറഞ്ഞു കഴിഞ്ഞു, 34 ജഡ്ജസ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ. പിന്നെ ദ സുപ്രീം കോർട്ട് ഹാസ് 3 area jurisdiction, namely original, appellate and advisory. Okay, original, appellate and advisory. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, യെസ്, ഓക്കെ, ഇവിടെ യെസ് certain guidelines ഉണ്ട്. പിന്നെ യെസ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഉണ്ട്. ഇവിടെ വി കമ്പയർ ലെജിസ്ലേറ്റീവ് ദിസ് തിങ് ആൻഡ് ഇമ്പാർഷ്യൽ പറഞ്ഞു, ഹയസ്റ്റ് പറഞ്ഞു. പിന്നെ യെസ് ഇവർക്ക് 2-3 നോക്കൂ എന്താണ് നെയ്മലി ഒറിജിനൽ, അപ്പലറ്റ് ആൻഡ് അഡ്വൈസറി. അതായത് ഒറിജിനൽ ജുറിഡിക്ഷൻ, ഇവിടെ കണ്ടോളൂ. ഒറിജിനൽ ജുറിഡിക്ഷൻ എന്ന് വെച്ചാൽ പിന്നെ യെസ്, ഒരു നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റിനും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. അതാണ് ഒറിജിനൽ ജുറിഡിക്ഷൻ. ഇനി അടുത്തത് പിന്നെ യെസ്, court advisory and jurisdiction pertains to matters may be made to any courts. Okay, now വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പലേറ്റ് ജുറിഡിക്ഷൻ, അതായത് 4 types ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ, സിവിൽ, ക്രിമിനൽ ആൻഡ് സ്പെഷ്യൽ ലീവ് ഉണ്ട്. അപ്പം ഞാൻ ഒറിജിനൽ ജുറിഡിക്ഷനെ പറ്റിയിട്ട് ആൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ അതേമാതിരി അപ്പലേറ്റ് ജുറിഡിക്ഷൻ പറഞ്ഞാൽ പിന്നെ അതിൽ 3-4 വിധമുണ്ട്. ക്രിമിനൽ ഉണ്ട്, സിവിൽ ഉണ്ട്, സ്പെഷ്യൽ ലീവ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ റെഫർ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറി, അത് നമ്മുടെ സുപ്രീം കോർട്ടിനെ നമ്മൾ
ആശ്രയിക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹൈക്കോടതിയിൽ ഇതേമാതിരി ജുഡീഷ്യറി ഉണ്ട്, ഓർഡിനറി ഉണ്ട്, അതേമാതിരി ഹൈക്കോടതിയുടെ കീഴിൽ പല സെഷൻ കോടതി, ഡിസ്ട്രിക്ട് കോടതി, അങ്ങനെ പല പല കോടതികളുമുണ്ട്. ഓക്കെ, ഇനി യെസ്, ഹൈക്കോർട്സ് ആർ ദ സെക്കൻഡ് ലെവൽ ഓഫ് ജുഡീഷ്യറി. മുകളിലത്തെ മറ്റേ സുപ്രീം കോടതി. ഓർഡിനറി, every state has a high court and but two or more states may also have പറഞ്ഞു രണ്ട് സംസ്ഥാനത്തിന് കൂടിയത് ഒരു ഹൈക്കോടതി ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ ചെറിയ 2-3 സംസ്ഥാനങ്ങൾക്ക്, പിന്നെ നാഗാലാൻഡ്, മിസോറാം, അതേമാതിരിക്കുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റുകളില്ലേ, അപ്പൊ ഗുവാഹട്ടി, അതേമാതിരി പല ഇതുണ്ടാവും. ഹൈക്കോർട്ട് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ജഡ്ജസ്. ഓരോരോ ഹൈക്കോടതിയിലെ ജഡ്ജസിന് തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് കേസസ് പെൻഡിങ് ആണ്, എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. അതനുസരിച്ച് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഹൈക്കോടതി അതായത് 3 types ഓഫ് ഒറിജിനൽ, അപ്പലേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ അത് ഞാൻ ആൾറെഡി അതും അവിടെ ഉണ്ട്. അപ്പലേറ്റും പിന്നെ എന്താ പറയണ്ടത്, ജുറിഡിക്ഷൻ, പവർ ടു, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ആൻഡ് അപ്പലേറ്റ് ആൻഡ് ഇത്. പിന്നെ ഇറ്റ് ഇസ് എമംഗ് its original jurisdiction the power to issue warrant regarding the fundamental rights of the citizen. എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഓരോരുത്തരുടെ, അതായത് ഈക്വാലിറ്റി, എല്ലാവർക്കും പഠിക്കാനുള്ള അധികാരം, അൺടച്ചബിലിറ്റി പാടില്ല, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഇതൊക്കെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ് കേട്ടോ. അപ്പോ ഇനി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദ സബോർഡിനേറ്റ് ജുഡീഷ്യറി. മറ്റുള്ള കോടതിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അതായത് മറ്റുള്ള കോടതികളുണ്ടല്ലോ, അതായത് ഡിസ്ട്രിക്ട് കോടതി, സിവിൽ കോടതി, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ സർവീസസ്, ഇതൊക്കെ കൺട്രോൾ, മുനിസിപ്പൽ കോടതി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹൈക്കോടതിയാണ്. ദ ഹൈക്കോടതി court has an administrative control over the subordinate judiciary in the respective state in certain matters besides its appellate and supervisory jurisdiction. അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. അപ്പൊ ഹൈക്കോടതി കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ കീഴിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് കോടതി, ജഡ്ജസ്, ഡിസ്ട്രിക്ട് ജഡ്ജസ്, അതായത് ഡിസ്ട്രിക്ട് കോടതി, ഓക്കെ, ജഡ്ജസ് ഓഫ് ദ സിറ്റി സിവിൽ കോർട്ട്സ്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, മെമ്പേഴ്സ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്, മുനിസിപ്പൽ കോടതി, ഇതൊക്കെ അവരെ കീഴിൽ വരുന്നതാണ്. ഇനി എന്താണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്? ഇത് ബുക്കിലില്ല, ഞാൻ പറഞ്ഞുതരാം. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്ന് വെച്ചാൽ ഇസ് എ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അണ്ടർ ദി ജനറൽ കൺട്രോൾ ഓഫ് ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ആൻഡ് ഈസ് സബോർഡിനേറ്റ് ടു ദി ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. പവേഴ്സ് വെസ്റ്റഡ് ഓൺ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. ഓക്കെ, അവർക്ക് പല അധികാരങ്ങളുണ്ട്. അതായത് ഓരോരുത്തരുടെ കേസിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ മരണശിക്ഷ കൊടുക്കാനുള്ള അധികാരം അവർക്കില്ല. ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കാനുള്ളതുണ്ട്, തൂക്കിക്കൊല്ലാൻ ഉള്ള അധികാരം കൊടുക്കാനുള്ളത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ഇല്ല. ഓക്കെ, judicial system in India clearly shows the whole judicial system to based on important features of namely independent judiciary and single unified judiciary. Okay, ഇനി യെസ്, ഇവിടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ ലേക്ക് ഓഫ് ജുറിഡിക്ഷൻ. ചില സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കോടതിയിൽ ചിലപ്പോൾ ലേക്ക് ഓഫ് ജുറിഡിക്ഷൻ ഉണ്ട്, ഇത് കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ചില കേസസ് വരും. അപ്പൊ അത് അവർ തള്ളിക്കളയും. ഇത് കാരണം മറ്റുള്ളവർ ഇത് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കേസ്, അത് ഓട്ടോണമസ് ബോഡിയാണ്. അപ്പൊ എങ്ങനെ കോടതി എങ്ങനെ തീരുമാനിക്കുക? അപ്പൊ ജുഡിക്ഷൻ ഇല്ല ചിലപ്പോ. അതാണ് പറയുന്നത് സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നോട്ട് എത്ര പ്രിന്റ് ചെയ്യണം, അതേമാതിരി പിന്നെ മിന്റില് എത്ര സ്റ്റോക്ക് ചെയ്യണം, അല്ലെങ്കിൽ മണി ഫ്ലക്ച്വേഷൻ, അതിന്റെ ഇതൊക്കെ സർക്കുലേഷൻ, ഇതൊക്കെ എങ്ങനെ അവർ തീരുമാനിക്കും? അപ്പൊ ജുഡിക്ഷനിലേ പിന്നെ ലോയില് ചില സമയത്ത് ലാക്ക് ഓഫ് ജുറിഡിക്ഷൻ, എറർ ഓഫ് ലോ, ചില സമയത്ത് ലോയില് ചില സമയത്ത് എറർ ഉണ്ടായിരിക്കും. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യണം. എറർ ഓഫ് ഫാക്ട് ആണ്. എറർ ഓഫ് ഫാക്ട് പറഞ്ഞാൽ എറർ ഓഫ് ഫാക്ട്, FACT. The category of cases is a result of error discovering cases and action taken on basis of wrong
ഓക്കെ, അസംഷൻ എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ എറർ, പ്രൊസീജിയറിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകം അബ്യൂസ് ഓഫ് അതോറിറ്റി. നമ്മളെ അധികാരമുണ്ട് എന്ന് വെച്ചാൽ അധികാരത്തിന്റെ മീതെ പോകരുത്. നമുക്ക് അധികാരപ്പെട്ട കാര്യങ്ങൾ മാത്രമേ, അതായത് ഒരു ഡിസ്ട്രിക്ട് കോടതിക്ക് അതേമാതിരി വേറെയുള്ള മറ്റുള്ള കോടതിക്ക്, ഹൈക്കോടതിക്ക് പോലും തൂക്കിക്കൊല്ലാനുള്ള അധികാരമില്ല. അത് സെഷൻ കോടതിയാണ്. ഹൈക്കോടതി റാറ്റിഫൈ ചെയ്യുക. അപ്പൊ ഇല്ലാത്തതുണ്ടല്ലോ, ആ അധികാരം നമ്മൾ ഉള്ള അധികാരം മാത്രമേ ചെയ്യാൻ പാടില്ല, അബ്യൂസ് ചെയ്യാൻ പാടില്ല ഒരു അധികാരം. ഇപ്പൊ നമ്മുടെ ഉദാഹരണം, നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട് ഇല്ലേ, പ്രസിഡന്റ് ഇല്ലേ, പക്ഷെ എമർജൻസി സിറ്റുവേഷനിലെ നമ്മുടെ എന്താ പറയണ്ടേ, എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പ്രസിഡന്റിനെ പറ്റൂ, അല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതോറിറ്റി ഉണ്ട്. ആരാണ് അതോറിറ്റി? എവരാണ് ചെയ്യാൻ, മനസ്സിലായില്ലേ? ഇനി ഫോംസ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇതിനു മുമ്പേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്താണ് മജിസ്ട്രേറ്റ്, എന്താണ് ജഡ്ജ്? പുസ്തകത്തിലില്ല എങ്കിലും ഞാൻ പറയണോ. അതായത് എ ജഡ്ജ് ഈസ് എ ജുഡീഷ്യൽ ഓഫീസർ ഹു അഡ്മിനിസ്റ്റർ കോർട്ട് പ്രൊസീഡിംഗ്സ് ആൻഡ് ഗിവ് ദി ജഡ്ജ്മെന്റ് ഓൺ ലീഗൽ കേസസ് ആഫ്റ്റർ അനലൈസിംഗ് ദ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് റിലേറ്റഡ് ടു ദി കേസ്. എവിഡൻസ് എല്ലാം നോക്കിയതിന് ശേഷം ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ജഡ്ജ്. ഒരു മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് അയാൾക്ക് ലെസ് പവറാണ് ദാൻ ജഡ്ജ്. ജഡ്ജിനെക്കാളും വളരെ ലെസ് പവറാണ്. ഈ ജഡ്ജിനാണ് കൂടുതൽ പവർ, മജിസ്ട്രേറ്റിന് ലെസ് പവറാണ്. പിന്നെ മജിസ്ട്രേറ്റ് ലോ ഡിഗ്രി വേണം എന്നില്ലേ മജിസ്ട്രേറ്റിന്. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ മജിസ്ട്രേറ്റ് ആണല്ലോ, അയാൾ ലോ ആണോ? IAS അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. ജഡ്ജ് അല്ല, ജഡ്ജിന് ലോ വേണം, മനസ്സിലായോ? അപ്പോ ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ, സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ, അത് എന്താണെന്ന് പറഞ്ഞ ക്രിമിനൽ ആൻഡ് സിവിൽ കോർട്ട്, പബ്ലിക്. പിന്നെ വേറെ കാര്യം, എന്തെങ്കിലും പബ്ലിക് ഓഫീസേഴ്സിന്റെ സിവിൽ കോടതിയിൽ എന്തെങ്കിലും സൂട്ട് ഉണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യാനുള്ള അതിനെ പറ്റിയിട്ടൊക്കെയാണ്. ജസ്റ്റ് വായിച്ചാൽ മതി. ഇനി പറയാനുള്ളത് വേറൊരു പ്രധാനപ്പെട്ട എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ റെമഡീസ് ഇതിലുണ്ടോ നോക്കട്ടെ. യെസ്, നോക്കൂ, നമുക്ക് ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ദുരുപയോഗം ചെയ്യാനോ നമ്മളെ അറസ്റ്റ് ചെയ്യാനോ തോന്നിയമായി ജയിൽ കൊണ്ടിടാനോ പറ്റില്ല. അതിലെല്ലാം കോടതി ഇടപെടും. ഇതാ എക്സ്ട്രാ ഓർഡിനറി പവർ കോടതിക്ക് ഹൈക്കോടതിക്കും ഒക്കെയുള്ള പവറാണത്. ഹാബിയസ് കോർപ്പസ് എന്താണത്? ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ള ആളെ മജിസ്ട്രേറ്റ് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കേസ് ഫയൽ ചെയ്യാം. ആരെ കാണാൻ? എൻ്റെ അച്ഛനെ കാണാനില്ല, എൻ്റെ മകനെ കാണാനില്ല, മകളെ കാണാനില്ല, അവൻ്റെ കോടതിയിൽ എൻ്റെ മകളെ കോടതി പോലീസ് കൊണ്ടുപോയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനുള്ള സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പോലീസിന്റെ പേരിൽ കേസ് വരും. അപ്പൊ അതാണ് ടു പ്രൊഡ്യൂസ് ഇൻ ദ കോർട്ട് വിത്തിൻ 24 hours. ആരെങ്കിലും കാണാതെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ അത് പ്രൊഡ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മജിസ്ട്രേറ്റ് 24 മണിക്കൂറിനുള്ളിൽ വേണം, മനസ്സിലായോ? എന്നിട്ട് മജിസ്ട്രേറ്റ് വേഗം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പോലീസ് എൻക്വയറിക്കോ വേറെ എവിടേക്കെങ്കിലോ ജുഡീഷ്യൽ കസ്റ്റഡിക്കോ എന്തെങ്കിലും കൂടെ, അത് വേറെ കാര്യം. മാൻഡമാസ് എന്ന് പറഞ്ഞാൽ പെർഫോം ഡ്യൂട്ടി, ജുറിഡിക്ഷനിലുള്ള ഡ്യൂട്ടി പറയാൻ. അതായത് ചിലപ്പോഴേ അവനവൻ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലേ കോടതി ഇടപെടും, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന്. അതായത് പെർഫോം ത്രൂ, അതായത് ചിലർ ചെയ്യേണ്ട ജോലി ചെയ്യാത്തവരുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ചില തഹസിൽദാര് നമ്മുടെ ചില സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അവർ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ജനന മരണ, അതേമാതിരി പല സിവിൽ നമ്മുടെ ലാൻഡിന്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതേമാതിരിയുള്ള മാൻഡമാസ് ഇഷ്യൂ ചെയ്യുക. അതായത് അപ്പൊ അവര് പെർഫോം യുവർ ഡ്യൂട്ടി എന്ന് കോടതിക്ക് ഇടപെടാൻ പറ്റും. അടുത്തത് പ്രൊഹിബിഷൻ, അതായത് ഒരു സുപ്പീരിയർ കോർട്ട്, അതായത് ഒരു താഴെയുള്ള ഒരു കോടതി അവർക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ സുപ്പീരിയർ കോടതിക്ക് പറയാം, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പരിധിയിലുള്ളതല്ല, അതുകൊണ്ട് സുപ്പീരിയർ കോർട്ടിന് ഇന്റർഫിയർ ചെയ്യാതില്ല.
നിങ്ങളുടെ പരിധിയിലില്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാ ചെയ്തത്? അതാണ് ഇത്, പ്രൊഹിബിഷൻ. പിന്നെ സെറ്റ്യൂറൈ എന്ന് വെച്ചാൽ നമ്മുടെ താഴെ നിന്നുള്ള കോടതിയിലുള്ള ചില പ്രൊസീഡിങ്സ് മറ്റുള്ള കോടതിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തൃപ്തികരമല്ല താഴത്തെ ഫങ്ഷനിങ് എന്ന് വെച്ചാൽ മുകളിലത്തെ കോടതിയിലേക്ക് ഫയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയും ജഡ്ജസിനോട്. മനസ്സിലായോ? അതായത് തൃപ്തികരമല്ല അന്വേഷണം, അപ്പോൾ അവർക്ക് അധികാരമുണ്ട് മേൽക്കോടതിക്ക് കൊടുക്കാൻ. അതാണ് ഇത് സെറ്റ്യൂററി. പിന്നെ കോ വാറണ്ടോ എന്ന് വെച്ചാൽ നോക്കൂ, ഒരാള് 58 വയസ്സിൽ റിട്ടയർ ചെയ്യണം, അല്ലെങ്കിൽ 56 വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്ന് റിട്ടയർ ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ പോകുന്നില്ല, നാളെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, ഈ മാസം അവസാനം പോകുന്നുള്ളൂ വിചാരിക്കുക. അപ്പോ കോടതിക്ക് ഇഷ്യൂ ചെയ്യാം വെക്കേറ്റ്. അതായത് എന്ത് കപ്പാസിറ്റിയിലാണ് നിങ്ങൾ പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇരിക്കാനുള്ള അധികാരമില്ല. അതേമാതിരി അപ്പോൾ 65 വയസ്സോ അല്ലെങ്കിൽ 62 വയസ്സോ അല്ലെങ്കിൽ 60 ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പബ്ലിക് ഓഫീസ് ഓക്യുപ്പൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനി പേഴ്സൺ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റും. അതാണ് കോ വാറണ്ടോ. അതായത് അധികാര സ്ഥലങ്ങളിൽ ചില ഈ നമുക്ക് സ്റ്റിപ്പുലേറ്റഡ് പീരീഡിന് മുമ്പേ ഒരാളെ 5 കൊല്ലം അപ്പോയിന്റ് ചെയ്തു, ഇല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞു തരിക, പിന്നെ അവന് അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഒരു ഗവർണർ അപ്പോയിന്റ് ചെയ്ത് 5 കൊല്ലമാണ്, അല്ല ഒന്നുമില്ലെങ്കിൽ നാളെ നീട്ടണം, അല്ലെങ്കിൽ അല്ല മാറ്റണം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. പിന്നെ ലിമിറ്റേഷൻ, അപ്പൊ അത് പറഞ്ഞു. അതിന്റെ കൂടെ ഇൻജങ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏതെങ്കിലും നമ്മളെന്തെങ്കിലും പ്രതീക്ഷ വരിക കോടതി ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ നമുക്കത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് കോടതിയിൽ ഇടപെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത്, ഇന്ന കാരണങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻജക്ഷൻ എടുക്കുക. അപ്പൊ എന്തുണ്ട്, കോടതി പോലീസ് അറസ്റ്റ് ചെയ്യില്ല, അതുവരെ ഒരു തീരുമാനം എടുക്കുന്നത് വരെ. മനസ്സിലായോ? അപ്പോ അതാണ്. പിന്നെ ലിമിറ്റേഷൻ, ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മുടെ കോടതിയിൽ അനവധി കേസസ് വന്ന് കിടക്കുന്നുണ്ട്. എവിടെ ഒന്ന് നോക്കട്ടെ. നമ്മുടെ കോടതിയുടെ പരിതാപകരമായ സ്ഥിതിയാണ്. ഒരു ജസ്റ്റ് ഗിവ് മീ 1 മിനിറ്റ്. അതായത് യെസ്, ആഗസ്റ്റ് 2020 46 ലക്ഷം കേസാണ് ഹൈക്കോടതിയിൽ കിടക്കുന്നത്. 2020 3,40,00,000 കേസസ് ആണ് ഡിസ്ട്രിക്റ്റിലും താലൂക്കിലും കിടക്കുന്നത്. അതിപ്പോ എത്ര അതിന്റെ ഡബിൾ ആയിട്ടുണ്ട്, ട്രിപ്പിൾ ആയിട്ടുണ്ടായിരിക്കും. എങ്ങനെ ഈ കേസൊക്കെ ഡിസ്പോസ് ചെയ്യുക? കാരണം അത്ര നമ്മളെ അനവധി കോടതിയിൽ അത്. അപ്പൊ എന്തുണ്ട്, അൺമാനേജബിൾ വോള്യൂം ഓഫ് വർക്ക്. പിന്നെ കോടതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു കൊലപാതകം ചെയ്തിട്ട് അതിനുശേഷമല്ലേ അവിടെ കോടതി പോകുന്നു, അതിനെ പറ്റിയുള്ള കേസ്. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടമാണ് ഒരാൾ ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ട്രാഫിക് വയലേറ്റ് ചെയ്തതിന് ശേഷമാണ് കോടതിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോള്. അപ്പൊ പോസ്റ്റ്മോർട്ടമാണ് ചിലപ്പോൾ ചെയ്യുന്നത് ജുഡീഷ്യൽ കൺട്രോളില്. പ്രൊഹിബിറ്റീവ് കോസ്റ്റ് എന്ന് വെച്ചാൽ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി അഫെയർ ആണ്. ചിലപ്പോൾ കൊല്ലങ്ങളോടെടുക്കും. കണ്ടല്ലേ, 30 കൊല്ലം, 25 കൊല്ലം. നവജോത് സിന്ധുവിന് 34 വർഷത്തിന് ശേഷമാണ് ഒരു കൊല്ലത്തെ പനിഷ്മെന്റ് മിഞ്ഞാന്ന് കിട്ടിയത്. 34 വർഷം. മനസ്സിലായോ? നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ, അതായത് പഞ്ചാബ് കോൺഗ്രസ് പ്രസിഡന്റ് പണ്ടത്തെ, അയാൾക്ക് മിഞ്ഞാന്ന് കോടതി വിധിച്ച ഒരു കൊല്ലത്തെ തടവ് 34 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ഈ കേസ് ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ കാശും ആവശ്യമാണ്. അപ്പൊ പിന്നെ കമ്പേഴ്സം പ്രൊസീജിയർ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, എവിഡൻസ് ഇത് വേണം. നിങ്ങൾക്ക് അറിയാലോ, ഓരോന്ന് വീഡിയോ, മറ്റേത് പിക്ചർ, അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം, പിന്നെ ഫോറൻസിക് ലബോറട്ടറി, അങ്ങനെ. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റേഷൻ ഉണ്ട് ചിലയിടത്ത്. ചിലത് നിയമപരമായിട്ട് ചില കാര്യങ്ങൾ കോടതി ഇടപെടാൻ പറ്റില്ല. നിയമം ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ കോടതി എങ്ങനെ ഇടപെടുക? ആ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെതായ അധികാരമുണ്ട്, അതിൽ ഇവർക്ക് ഇടപെടാൻ പറ്റില്ല. UPSC എങ്ങനെ അവർ ഇടപെടും? UPSC വേറൊരു ഓട്ടോണമസ് ബോഡിയാണ്, അപ്പൊ അതിൽ അവർക്ക് ഇടപെടാൻ പറ്റില്ല. CNDG എങ്ങനെ കോടതി ഇടപെടുക? അത് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയാണ്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ നേച്ചറോ അഡ്മിനിസ്ട്രേറ്റീവ്, അതൊന്നും പറയില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നിയമങ്ങള് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. നമ്മുടെ ഓർഡിനറി ആയ പലരും ഇല്ലിറ്ററേറ്റ് ആണ്. നമ്മുടെ 30% ഇല്ലിറ്ററേറ്റ് ആണ് നമ്മുടെ ഇന്ത്യയില്.
ഈ നിയമങ്ങളൊന്നും ഇവര് വളച്ച് കൊണ്ടുവരുന്ന അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനെപ്പറ്റി അവയർനെസ് വേണ്ടേ? കോടതിയിൽ പോകുമ്പോൾ അവരുടെ ഒന്നാമത് ഇംഗ്ലീഷിലാണ് ഇത് ജഡ്ജ്മെന്റ്. ഇത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ആ ഒരു ഇത് പറഞ്ഞാൽ 10-24 പേജ് ഉണ്ടോ ചിലപ്പോൾ ജഡ്ജ്മെന്റ്. ഇത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ ലാക്ക് ഓഫ് അവയർനെസ്, എറോഷൻ ഓഫ് ഓട്ടോണമി ജുഡീഷ്യറി. യെസ്, നമ്മുടെ ജുഡീഷ്യറിയുടെ ഓട്ടോണമി തന്നെ കമ്മിയായിട്ട് വരികയാണ്. പിന്നെ കുറച്ച് ഓട്ടോണമി ഇന്റർഫിയറൻസ് കണ്ടമാനാണ്. ഇനി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണിച്ചാൽ കോടതിയിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ചില തെറ്റായ കാര്യങ്ങൾ, അതേമാതിരി നമ്മുടെ തെറ്റായ ബാലറ്റ് ബോക്സ്, അതേമാതിരി പോലീസ് ഇല്ല, ഡിസ്റ്റർബ്ഡ് ഏരിയയാണ്, അവിടെ ആംഡ് പോലീസ് ഇല്ല, അതേ പ്രകാരം പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ പല ചിലപ്പോ എന്താ പറയണ്ടേ, ഹെൽത്തിന്റെ വാക്സിനേഷൻ ഇല്ല, അങ്ങനെ പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാം കോടതിയിൽ. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അത് സ്പെഷ്യലായിട്ട് അവരെടുക്കും. ഇനി അടുത്തത് ലീഗൽ എയ്ഡ്. നോക്കൂ, എല്ലാവർക്കും കോടതിയിൽ പോകാൻ ചിലപ്പോൾ സമയമില്ല, കോടതിയിൽ പോകാൻ അവർക്ക് സമയം കിട്ടില്ല. അപ്പോ ഇത് കോടതിയിൽ പോകാൻ കാശുണ്ടാവില്ല. അപ്പോ സാധുക്കളായ ആളുകൾക്ക് there is a provision in the constitution to provide free legal aid. അപ്പോ നമ്മുടെ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും ലീഗൽ സെല്ലുണ്ട്. അതായത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 അതായത് ആവശ്യമുള്ള ആളുകൾക്ക് ഈ ലീഗൽ സെല്ലിനെ അപ്രോച്ച് ചെയ്താൽ അവർ ഫ്രീ ആയിട്ട് നമ്മുടെ സേവനം ചെയ്യും. കോടതിയിൽ കേസ് വാദിക്കുക, അതേമാതിരി ഒരു സേവനമാണ് അത് ചെയ്യുക. അപ്പോൾ ഫ്രീ ആയിട്ട്, കാരണം അവർക്ക് പൈസ ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർക്ക് സത്യം വേണം, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ചിലപ്പോൾ വീടായിരിക്കും, അത് പോയിട്ടുണ്ടാവും, അങ്ങനെ പല എന്തെങ്കിലും ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടാണ്ടാവും, അതൊക്കെ. അപ്പൊ ഫ്രീ ലീഗൽ എയ്ഡ്. പിന്നെ ഫണ്ടമെന്റൽ എൻടൈറ്റിൽമെന്റ് ഓഫ് ലീഗൽ എയ്ഡ് ഈസ് എൻറോൾമെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഭരണഘടനയിൽ ഉണ്ട്, ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യണമെന്ന്. അടുത്തത് ഗ്രാം ന്യായാലയ. ഇത് റൂറൽ ഏരിയയില് നമ്മുടെ ഗ്രാമീണർക്ക് ഇത് കൊടുക്കേണ്ടതാണ്. ന്യായാലയ അതായത് അവര് പിന്നെ പല നല്ല അതായത് കണ്ടമാനം കേസസ് മറ്റോടത്തുണ്ട്. അപ്പോ ആൾറെഡി ഹൈക്കോടതിയിലെല്ലാം കണ്ടമാനം കേസല്ലേ. അപ്പോ നമ്മുടെ റൂറൽ ഏരിയയില് കൊച്ചു കേസ്, അതായത് നമ്മുടെ അതിർത്തി തർക്കം, റോഡ് വൈഡനിങ്, കൊച്ചു കേസുകൾ, അതൊക്കെ ഗ്രാം ന്യായാലയ ആക്ട് 2008 അവര് പരിഹരിക്കണം. കൊച്ചു കാര്യങ്ങള് അവിടെ പോയ കാലതാമസം കാശും. അതിനേക്കാളും ഭേദം നമ്മുടെ ഈ റൂറൽ ഏരിയയിലുള്ള ന്യായാലയ കോടതി അവിടെ പോകണം. അപ്പൊ അത് ഇൻഎക്സ്പെൻസീവ് ആണ്, കാശില്ല. അതേമാതിരി ഡിസ്ട്രിക്റ്റിലും ഉണ്ടായത് അവർക്ക് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ അധികാരങ്ങൾക്ക് ഉപയോഗിച്ച് കേസ് ഡിസ്പോസ് ചെയ്യാം. അപ്പൊ അങ്ങനെ അനവധി കേസസ് മേപ്പെട്ട് പോവാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ അവർക്ക് അധികാരമുണ്ട്. ക്രിമിനൽ കേസ് അപ്പീൽ ലൈസ് ടു ദ കോർട്ട് ആൻഡ് ഓഫ് സെഷൻ ദാറ്റ് ഷാൽ ബി ഹേർഡ് ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. അപ്പൊ അവർ കാലാവധിയുള്ള ഇത്ര കാലത്തിനുള്ളിൽ നിങ്ങൾ കേസ് നിങ്ങൾ ഡിസ്പോസ് അട്ടിപ്പിടി അതൊക്കെ ഉണ്ടാവില്ല ചില സമയത്ത്, അതൊക്കെ അവർക്ക് ചെയ്യാം. 6 മാസത്തിനുള്ളിൽ തീർക്കണം. അതേമാതിരി സിവിൽ കേസ് പറഞ്ഞില്ലേ, അതിർത്തി തർക്കം, ലാൻഡ് അവിടെ കുത്തിക്കുഴിക്കല്, അതേമാതിരി ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ നമ്മുടെ റോഡ് വൈഡനിങ്ങോ കിണർ കുഴിക്കലോ മറ്റുള്ളവരുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ഡംപ് ചെയ്യുക, അത് ജനങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള കേസസ് അതും 6 മാസത്തിനുള്ളിൽ തീർക്കണം. അപ്പോ ഗ്രാം ന്യായാലയം പറഞ്ഞ റൂറൽ ഏരിയയിലെ ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന കൊച്ചു കാര്യങ്ങള് സോൾവ് ചെയ്യാനുള്ളതാണ്. അത് ഡിസ്ട്രിക്ട് കോടതിയിലോ മറ്റേ കോടതിയിലോ പോവാതെ ഇവിടെ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് കൺക്ലൂഷൻ. ഇൻ ഡെമോക്രസി the primary objective of judicial system is to ensure citizen right. ജനങ്ങളുടെ റൈറ്റ് കീപ്പ് ചെയ്യണം. അതായത് ഓരോരോ ഫ്രീഡം ഉണ്ട് അവർക്ക്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണത്. പിന്നെ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻസ്. സത്യസന്ധത, ഇൻഡിപെൻഡൻസ് ആണ്, സ്വാതന്ത്ര്യമുണ്ട്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേഷൻ സെപ്പറേറ്റ് ആണ്. പക്ഷേ നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ the main purpose of judicial control over administration is to ensure the legality of that. കോടതിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ലീഗലാണ്.
അവർ തീരുമാനിക്കുന്നത് വെർഡിക്റ്റും എല്ലാം കംപ്ലീറ്റ് അന്തിമ തീരുമാനമാണ്. ജുഡീഷ്യറി ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ ദ അപ്ലിക്കേഷൻ ലോ. ഇന്ത്യയിലെ നിയമങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ജുഡീഷ്യറിയാണ്. താങ്ക് യു വെരി മച്ച്.